അട്ടപ്പാടിയിലെ മധുവിനെ പോലെ ആൾക്കൂട്ടാക്രമണത്തിന്റെ ഇരയായി കൊല ചെയ്യപ്പെട്ട അശോക് ദാസിന്റെ ആ ചിത്രം ഒരു നൊമ്പര കാഴ്ചയാണ്. മൂവാറ്റുപുഴയിൽ കഴിഞ്ഞ രാത്രിയിലാണ് ആൾക്കൂട്ട ആക്രമണത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളി കൊല്ലപ്പെട്ടത്. അരുണാചൽ സ്വദേശി അശോക് ദാസിന്റെ കൊലപാതകത്തിൽ 10 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ക്രൂരമർദ്ദനത്തിൽ അയാളുടെ ശ്വാസകോശം തകർന്നിരുന്നു. പ്രതികളുടെ ഫോണിൽ നിന്നും മർദ്ദന ദൃശ്യം വീണ്ടെടുക്കാനാണ് പോലീസിന്റെ ശ്രമം. വനിതാ സുഹൃത്തിന്റെ വീട്ടിലെത്തിയപ്പോഴായിരുന്നു അശോകിനെ പ്രദേശവാസികൾ കെട്ടിയിട്ട് മർദ്ദിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമുക്ക് മൂവാറ്റുപുഴയിൽ നിന്നും കഴിഞ്ഞ രാത്രി കേൾക്കാൻ കഴിഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് 10 പേർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്, കസ്റ്റഡിയിലുണ്ട്. ഈ 10 പേർ മാത്രമാണോ ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്, അതോ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ? ഇവരെ പ്രകോപിപ്പിച്ച ഈ അശോക് ദാസിനെ ഈ രീതിയിൽ ക്രൂരമായി കെട്ടിയിട്ട് മർദ്ദിക്കാനുള്ള കാരണം എന്താണെന്ന് സംബന്ധിച്ച് ആ കാരണം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ ഡാനി? ടോം, ഏറെ ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയായിരുന്നു ഇന്നലെ രാത്രിയോടുകൂടി പുറത്തു വരുന്നത്. ഈ ആൾക്കൂട്ട മർദ്ദനം അത് കൊലപാതകത്തിലേക്ക് മാറുന്നു. ഇതിൽ ഇയാളെ ഇതര സംസ്ഥാനക്കാരനായ അരുണാചൽ പ്രദേശുകാരനായ അശോക് ദാസിനെ കെട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു ഒരു കൂട്ടം പേരെന്നതാണ്. പിന്നീട് അത് ഗുരുതരമായ പരിക്കുകളോടെ ഇയാളെ മൂവാറ്റുപുഴ ആശുപത്രിയിലേക്ക് ജനറൽ ആശുപത്രി പ്രവേശിക്കുന്നു. പിന്നീട് അവിടുന്ന് പരിക്ക് ഗുരുതരമാണെന്ന് കണ്ടതുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നു. പക്ഷേ അതിന് സാധിക്കുന്നില്ല. തലയ്ക്കും നെഞ്ചിലുമേറ്റ ഗുരുതരമായ ക്ഷതങ്ങൾ മരണത്തിലേക്ക് നയിക്കുകയായിരുന്നു. കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റാൻ കഴിയുന്നതിന് മുൻപ് തന്നെ അയാൾ മരണപ്പെടുകയായിരുന്നു. ഈ സംഭവത്തെ തുടർന്ന് വലിയ രീതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ ഉള്ളത് 10 പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ 5-ലധികം പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. പിന്നീടാകുമ്പോൾ 10 പേരിലേക്ക് അത് നീങ്ങുന്നു. ഈ 10 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. വനിതാ സുഹൃത്തിന്റെ വീട്ടിലേക്ക് എത്തിയ ഇയാളെ പിന്നീട് അവിടെ ബഹളമുണ്ടാകുന്നു. വനിതാ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് ഇയാൾ അവരെയും അതോടൊപ്പം തന്നെ അവരുടെ കൂട്ടുകാരി ഇവരുമായിട്ട് തർക്കങ്ങൾ ഉണ്ടാകുന്നു. അതിനുശേഷം അവിടെ അവരുടെ വീടിന്റെ തന്നെ ചില്ലലമാരിയിൽ കൈ ഇടിച്ചതിനു ശേഷം അവിടെ മുറിവ് പറ്റു. അതിനുശേഷമാണ് ഇയാൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഈ സംഭവത്തിനു ശേഷം ഈ വിവരം ഈ പെൺകുട്ടികൾ മറ്റുള്ളവരോട് പറയുകയും അവരാണ് ഇയാളെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ഈ വിവരമാണ് പോലീസിലേക്ക് എത്തിയിരിക്കുന്നത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സംഭവങ്ങൾ ഈ രീതിയിലാണ് പറയുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങി ഇയാളെ കുറച്ചുപേർ അത് ചോദ്യം ചെയ്യുന്നു, ഈ കാരണങ്ങൾ അന്വേഷിക്കുന്നു, എന്തിനാണ് ഇങ്ങനെയൊരു അതിക്രമിച്ച് കയറുന്നത് അടക്കമുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് അത് ഒരു കൂട്ടമർദ്ദനത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. അതിനുശേഷം ഇയാളെ അവിടെ സമീപത്തുണ്ടായിരുന്ന സമീപത്തെ ക്ഷേത്രത്തിന്റെ കൊടിമരത്തോട് ചേർന്ന് ഇയാളെ ബന്ധിക്കുകയായിരുന്നു. ഇതിനുശേഷവും വിചാരണ തുടർന്നു, മർദ്ദനം തുടർന്നു. ഇയാൾക്ക് കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റുന്നില്ല. കാരണം ഭാഷാ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് കൂടുതലായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ച് പോകാനായിട്ട് കഴിയുന്നില്ല. ഇയാളുടെ കൈ മുറിഞ്ഞ് ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ മർദ്ദനം തുടരുകയായിരുന്നു. മർദ്ദിച്ച് അവശനായി ഇയാൾ അവിടെ വീഴുന്നു. ഇതിനുശേഷം ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോഴേക്കും പോലീസിന് വിവരം അറിയിക്കുകയും പോലീസ് എത്തുകയും എല്ലാം തന്നെ ചെയ്തു. ഇതിനുശേഷം ഇയാളെ അവർ കൈമാറുന്ന പോലീസ് ആശുപത്രിയിലേക്ക് എത്തിക്കുക അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ അയാളെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുന്നിരുന്നില്ല. ഇന്നലെ പുലർച്ചയോടുകൂടി അശോക് ദാസ് മരണമടഞ്ഞു. അപ്പോൾ ബന്ധുക്കൾക്ക് വിവരം അറിയിച്ചു. ബന്ധുക്കൾ എത്തുന്നതിന് മുറയ്ക്ക് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇയാൾ അശോക് ദാസിന്റെ മൃതദേഹം അവർക്ക് കൈമാറുകയും ചെയ്യും. പക്ഷേ ഈ സംഭവത്തിൽ വലിയ രീതിയിൽ തന്നെ ഞെട്ടലുളവാക്കുന്ന രീതിയിലാണ്. ഒപ്പം തന്നെയും എന്തിന് ഇത്തരം ഈ ഒരു കൃത്യത്തിലേക്ക് ഇങ്ങനെയൊരു ആൾക്കൂട്ട വിചാരണയിലേക്ക് അടക്കം എന്താണ് അതിനുണ്ടായ ഒരു കാരണമെന്നതിനെ കുറിച്ച് വലിയ രീതിയിൽ വിശദീകരണത്തിലെ പോലീസ് എത്തിയിട്ടില്ല. കാരണം ഇതിൽ എന്തിനാണ് ഒരാളെ, ഒരു ഇതര സംസ്ഥാനക്കാരനെ ഈ രീതിയിൽ ക്രൂരമായി കെട്ടിയിട്ട് മർദ്ദിച്ചത് എന്നത് സംബന്ധിച്ചുള്ള കാരണം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? ഈ 10ഓളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരൊന്നും ഇതിന്റെ കാരണം പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? പല കാരണങ്ങൾ, അതായത് വനിതാ സുഹൃത്തിനെ കാണാൻ എത്തി, അവിടെ നിന്നും മടങ്ങിയപ്പോൾ മർദ്ദിച്ചു എന്ന് പറയുന്നു. അവരുടെ പരാതിയെ തുടർന്ന് മർദ്ദിച്ചു എന്ന് പറയുന്നു. ഒരുപക്ഷെ അവിടെ ഒരു സദാചാര പോലീസിംഗ് ആണോ നടന്നത്? അതല്ലെങ്കിൽ ഇയാളൊരു അക്രമിയാണെന്ന് കണ്ട് ഇയാളൊരു മോഷ്ടാവാണെന്ന് സംശയിച്ച് ആക്രമിച്ചതായിരിക്കുമോ?
ടോം, ഇക്കാര്യത്തിൽ പോലീസ് അതിന്റെ ഒരു കൃത്യമായ ഒരു വിശദീകരണത്തിലേക്ക് കടന്നിട്ടില്ല. കാരണം കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കാനുണ്ട്. പ്രത്യേകിച്ച് ഈ പെൺകുട്ടികളിൽ അടക്കം വിശദമായ മൊഴിയെടുക്കാനുണ്ട്. അവർ മജിസ്ട്രേറ്റിന് മുൻപാകെ മൊഴി നൽകിയിട്ടുണ്ടെങ്കിൽ കൂടിയും കുറെ കൂടി കാര്യങ്ങൾ വിശദമാക്കാനുണ്ട്. മനസ്സിലാക്കുന്നിടത്തോളം ഈ രണ്ട് പെൺകുട്ടികളും അവര് മലയാളികൾ തന്നെയാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അയാളുമായി ഈ അശോക് ദാസുമായി നേരത്തെ അടുപ്പമുണ്ടായിരുന്നു. അവർ ഒരു ഹോട്ടലിൽ ഒരുമിച്ച് ജോലി ചെയ്യുകയായിരുന്നു എന്നാണ്. ഈ അശോക് ദാസ് ജോലി ചെയ്തിരുന്ന അവിടെ കുക്കായിട്ട് ജോലി ചെയ്ത് പാചകക്കാരനായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. ഇവരായിട്ട് അടുപ്പമുണ്ടായിരുന്നു. ഈ സുഹൃത്തിനെ കാണുവാൻ വേണ്ടി എന്തിന് രാത്രി അവിടേക്ക് എത്തിയതെന്നാണ് അറിയേണ്ടത്. ഒപ്പം തന്നെയും ഇവരുമായി എന്ത് കാര്യത്തെ ചൊല്ലി തർക്കമുണ്ടായെന്നത് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇവരുമായിട്ട് രണ്ടുപേരുമായിട്ട് അവിടെ മറ്റൊരു കുട്ടി കൂടി ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള താമസ സ്ഥലത്തേക്ക് അവർ എത്തിയിട്ട് ഈ പെൺകുട്ടികൾ എത്തിയിട്ട് അധിക കാലമായിട്ടില്ല. അപ്പോൾ ഇവിടെ താമസിക്കുന്നവർ ഒരാൾ LLB നിയമവിരുദ്ധ വിദ്യാർത്ഥിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പെൺകുട്ടിയുടെ കൂട്ടുകാരിയായിട്ടുള്ളത്. അപ്പോൾ ഇവിടേക്ക് എത്തുകയും ബഹളമുണ്ടാക്കുന്ന ഒരു സാഹചര്യം എന്താണെന്നത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇതുവരെ വിശദീകരിച്ചിട്ടില്ല. അതിനുശേഷമാണ് ഈ കൈമുറിഞ്ഞ അയാൾ പുറത്തേക്ക് വരുന്നത്. അവിടുത്തെ ചില്ല അലമാരിയിൽ തട്ടി കൈമുറിഞ്ഞു എന്നെല്ലാമാണ് പറയുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ അവിടെ നടന്നത് എന്താണ് എന്നത് സംബന്ധിച്ച് ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. പുറത്തേക്ക് വന്നത് ആളുകളുടെ ഈ പെൺകുട്ടികൾ തന്നെ അടുത്ത വീടുകളിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ വിളിച്ചു നിർത്തി ചോദ്യം ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ടോം സൂചിപ്പിച്ചതുപോലെ എന്താണ് ചുറ്റുപാടുമുള്ളവർക്ക് മനസ്സിലായത് എന്നൊരു ചോദ്യമുണ്ട്. ഈ മോഷ്ടാവെന്ന രീതിയിലാണോ, എന്താണ് കൈ ഒലിച്ച് ചോരയൊലിച്ച് ഇറങ്ങി വരുന്ന രീതിയിലാണ് കണ്ടത്. അപ്പോൾ കാര്യങ്ങൾ ആർക്കും തന്നെ വ്യക്തമായിരുന്നില്ല. പക്ഷേ അപ്പോഴും ബാക്കിയാകുന്നത് എന്തിനിങ്ങനെ കെട്ടിയിട്ട് കൂട്ടമായി മർദ്ദിക്കുന്നു എന്നത് വലിയ വിഷയമാണ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ എന്തിനെത്തി എന്നതാണ്, എന്തുകൊണ്ട് ആ രീതിയിലേക്കുള്ള ഒരു മർദ്ദനത്തിലേക്ക് ആളുകൾ മാറി എന്നതാണ്. പോലീസിനെ വിളിക്കാമായിരുന്നു, അല്ലെങ്കിൽ പോലീസിനെ ഏൽപ്പിക്കാമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. അതല്ലാതെ ഈ സ്വയം ഇത്തരം ഈ ഒരു നിയമപാലനം അല്ലെങ്കിൽ ഇത്തരമൊരു ചുമതല ഏറ്റെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരാളെ ഒരാൾ മരിച്ചു പോകുന്നെങ്കിൽ എത്രമാത്രം മർദ്ദനം അയാൾക്ക് ഏറ്റിരിക്കും. അയാളുടെ തലയിലും നെഞ്ചിലും എല്ലാം തന്നെ വലിയ രീതിയിൽ ക്ഷതമേറ്റിട്ടുണ്ട്. അപ്പോൾ കെട്ടിയിട്ട് ഇങ്ങനെ കൂട്ടമായി മർദ്ദിക്കുന്ന ആ രീതി, അതിലേക്ക് അങ്ങനെ പോലീസിൽ നിന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഇങ്ങനെ ഈ ആൾക്കൂട്ട വിചാരണയിലേക്കും മർദ്ദനത്തിലേക്കും എല്ലാം തന്നെ എത്തേണ്ട സാഹചര്യം എന്താണ്? ഇങ്ങനെ നിയമങ്ങളെല്ലാം കയ്യിലെടുത്തുകൊണ്ട് ഈ രീതിയിൽ പ്രതികരിക്കാമോ എന്നതെല്ലാം ബാക്കിയാവുന്നതാണ്. പോലീസ് ഇതിന് കൃത്യമായ രീതിയിലുള്ളൊരു വിശദീകരണം പോലീസിന്റെ ഭാഗത്ത് പ്രതീക്ഷിക്കുന്നത്. എന്താണ് അതൊക്കെ അറിയേണ്ട സംശയിക്കുക. ഇതുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഡാനി പോളിലേക്ക് ഉടൻ തന്നെ തിരികെ എത്താം. അതിനു മുൻപ് ഒരു പ്രതികരണം, ഈ അറസ്റ്റിലായ ഒരു വ്യക്തിയുടെ, ഒരു പ്രതിയുടെ ബന്ധുവിന്റെ ഒരു പ്രതികരണം വന്നിരുന്നു. ഈ അറസ്റ്റിലായ പലരും നിരപരാധികളാണ് എന്ന വാദവുമായിട്ടാണ് ബന്ധുക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. പരിക്കേറ്റ അശോക് ദാസിനെ സംരക്ഷിക്കാൻ നിന്നവർ വരെയും കേസിൽ പ്രതികളായതായും ഇവർ ആരോപിക്കുന്നുണ്ട്. ഞങ്ങൾ നോക്കുമ്പോൾ ഒരു ബായി ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാണ്, വെറുതെ കുളിച്ചൊരാൾ നിൽക്കണു. അപ്പോൾ എൻ്റെ കൊച്ചും കൂട്ടുകാരും ചോദിച്ചു, നീ എൻ്റെ ഇവിടെ വന്ന് നിൻ്റെ മേത്ത് എന്താ ചോരാന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ആക്സിഡൻറ്റ് പറ്റിയതാണെന്ന് പറഞ്ഞത്. അപ്പോൾ നീ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ മുകളിലൊരു ഫ്രണ്ടിനെ കാണാൻ വന്നതാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഇവനെ അവിടെ ഇരുത്തി, നടക്കല്ലേൽ ഇരുത്തി. അന്ന് ഇത്രയും ബ്ലഡ് കണ്ടു കഴിഞ്ഞപ്പോൾ പോലീസിൽ അറിയിക്കാൻ പോലീസ് വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ ഇരുത്തി. അപ്പോൾ അവനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ എണീറ്റ് ഓടി കഴിഞ്ഞിട്ട് ആൾക്കാർ പോയി പിടിച്ച് അവനെ ഇവിടെ തൂണിയിട്ടുണ്ടെന്ന് കെട്ടിയിട്ടു. അവൻ ഓടിപ്പോകാതിരിക്കാം, പോലീസ് വരുന്നവർ ഓടിപ്പോകാതിരിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കെട്ടിയിട്ടത്. പിന്നെ പോലീസ് വന്നു, എല്ലാം ചോദിച്ചു. പിന്നെ ആ വാടകയ്ക്ക് താമസിക്കുന്ന പെൺപിള്ളേരെയും ചോദിച്ചു. അവർ പേഴ്സണലായിട്ട് സാറിനോട് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പോലീസ് ആ വീട്ടിലേക്ക്, അവരുടെ വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് വന്ന് ഇവർ ആംബുലൻസിൽ പോലീസിൻ്റെ വണ്ടി തന്നെ ഇയാളെ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. അതെ, എൻ്റെ മോനൊക്കെ നിരപരാധിയായിട്ട് ഇവിടെ നിന്നതാണ്. നിന്ന് കഴിഞ്ഞിട്ടാണ് ഇപ്പം എന്നെ സ്റ്റേറ്റ്മെന്റ് എടുക്കാനെന്നും പറഞ്ഞു പോലീസ് വന്ന് 4:45 വന്ന് വിളിച്ചു. ഈ കൊച്ചിനോട് വെളുപ്പിന് 4:45 വന്ന് വിളിച്ചു, നിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്നും എടുക്കാനാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ സാറ് ഇപ്പം 3/4 മണിക്കൂർ കൊണ്ട് അവനെ വിട്ടേക്ക്, അവൻ്റെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് എടുത്തിട്ട് വിടാനാന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മോനെ കയറ്റിക്കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് രാവിലെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറയുന്നു ഇവൻ്റെ പോസ്റ്റ്മോർട്ടം
റിപ്പോർട്ട്, പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല, അതിൻ്റെ റിസൾട്ട് വന്നാൽ ഇവിടെ ഉച്ച കഴിഞ്ഞാൽ വിടുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ ഇന്ന് ഇപ്പോൾ പറഞ്ഞു നാളെ വിടുള്ളൂ എന്ന് പറഞ്ഞു. റിപ്പോർട്ട് വന്നപ്പോഴാണ് ഇതൊന്നും നമ്മൾ അറിയണില്ല, അത് അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ പിറ്റേ ദിവസം വിട്ടേക്കാമെന്ന് പറഞ്ഞു. ഇവരുടെ മൊഴിയൊന്നും എടുത്തില്ല, അവർക്ക് തിരക്കാർന്നു പറഞ്ഞു എന്ന് ഇവിടുന്ന് ഹസ്ബൻഡ് പോയപ്പോൾ പറഞ്ഞത്. അവരോട് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പത്രത്തിൽ കണ്ടപ്പോഴാണ് ഈ അറസ്റ്റ് രേഖ. വീണ്ടും ഡാനി പോളിലേക്ക്. ഡാനി, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു പ്രതിയുടെ അമ്മയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അവർ പറയുന്നു ഇവർ ഈ പിടിയിലായവർ, പോലീസ് അറസ്റ്റ് ചെയ്ത പലരും നിരപരാധികളാണെന്ന്, പരിക്കേറ്റ അശോകദാസിനെ സംരക്ഷിക്കാൻ നിന്നവർ പോലും കേസിൽ പിടിയിലായി, പ്രതികളായി എന്ന് ആരോപിക്കുന്നുണ്ട്. എന്നാൽ നേരത്തെ മൂവാറ്റുപുഴ DYSP, അതായത് പോലീസ് തന്നെ അവരുടെ കൈവശം, പോലീസിന്റെ കൈവശം കൃത്യമായ തെളിവുകൾ ലഭിച്ചു, ഇതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു, സാക്ഷ്യമൊഴികളുണ്ടെന്ന് പറയുന്നു, പ്രതികളുടെ മൊബൈൽ ഫോണിലെ ദൃശ്യങ്ങളടക്കം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത്തരമൊരു ഈ കുടുംബം ആരോപിക്കുന്നത് പോലെ, പ്രതിയുടെ അമ്മ ആരോപിക്കുന്നത് പോലെ അങ്ങനെ നിരപരാധികളെ ഇവിടെ പിടികൂടിയിട്ടുണ്ടോ? ഈ സംരക്ഷിക്കാൻ, ഈ അശോകദാസിനെ സംരക്ഷിക്കാൻ നിന്നവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടോ ഡാനി? ടോം, ഇതിൽ ഈ പ്രതി ചേർക്കപ്പെട്ടവരിൽ ആരൊക്കെയാണ് യഥാർത്ഥ പ്രതികൾ എന്നത് സംബന്ധിച്ച് നമ്മൾക്കതിൽ കൃത്യമായ രീതിയില്ല. പോലീസിന്റെ ഒരു റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മൾ അത് പറയുന്നത്. കാരണം 10 പേരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത്. അതിൽ പോലീസിന്റെ ഭാഷ്യം ഇവർ മർദ്ദിച്ചു എന്നതാണ്. പക്ഷേ അതേസമയം തന്നെ ഈ രീതിയിലുള്ള പരാതികളും ഉയരുന്നുണ്ട്. കാരണം അവിടെ സഹായത്തിനെത്തിയവർ പോലും ഈ ഇതിലേക്ക് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നതടക്കമുള്ള പരാതികൾ ഉയരുന്നുണ്ട്. അതുമാത്രവുമല്ല, ഈ സ്ഥലത്തേക്ക് പോലീസ് എത്തിയത് പോലും വൈകിയാണ്, വിവരങ്ങൾ പരിസരത്തുള്ളവർ അറിയിച്ചിട്ട് പോലും ഇവിടേക്ക് പോലീസ് എത്തിയത് പോലും വൈകിയാണെന്നുള്ളൊരു ആക്ഷേപമുണ്ട്. അതായത് ഇയാളെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ പോലും വൈകിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. നേരത്തെ നമ്മളോട് പ്രതികരിച്ചവർ സൂചിപ്പിച്ചതുപോലെ ഇതിൽ സഹായിക്കാൻ എന്ന രീതിയിൽ സമീപിച്ചവർ പോലും പ്രതി ചേർക്കപ്പെട്ടൊരു സാഹചര്യം അവിടെ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഉയരുന്നൊരു പരാതിയാണ്. ഈ കാര്യത്തിലെല്ലാം തന്നെ പോലീസ് വ്യക്തത വരുത്തേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ സംഭവത്തിൽ കുറച്ചുകൂടി കൃത്യമായ കാര്യങ്ങൾ പോലീസ് വിശദീകരിക്കേണ്ടതുണ്ട്. ഇത് എന്താണ് സംഭവിച്ചതെന്നും ആരെയാണ് ഇവിടെ കാണാനെത്തിയത്, ഇവർ ഇതിൽ എന്തുകൊണ്ട് ഒരു മുറിവേറ്റ ഒരു കൈമാറ്റെല്ലാം തന്നെ ഇയാൾ ഓടിയിറങ്ങുന്ന ഒരു സാഹചര്യം, അപ്പോൾ അവിടെ എന്താണ് നടന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഇയാളെ പോലീസ് വരാതിരിക്കാൻ വേണ്ടി, പോലീസ് വരുന്നതിന് വേണ്ടി വരെ കാത്തിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് തൂണിലേക്ക് ചേർത്ത് കെട്ടിയതെന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. നേരത്തെയും ഇയാൾക്ക് പരിക്കേറ്റിരുന്നു. ഇവിടെ വെച്ചല്ലാതെ ഈ ആൾക്കൂട്ടം അല്ലെങ്കിൽ ഈ തൂണിനോട് ചേർത്ത് ബന്ധിക്കുന്നതിന് മുൻപ് ഇയാൾക്ക് ഗുരുതര സ്വഭാവത്തിലുള്ള പരിക്ക് അതിനു മുൻപേ ഏറ്റിട്ടുണ്ടോ, ഈ സംഭവം നടന്നെടുത്തുനിന്ന് ആരെങ്കിലും ഇയാളെ മർദ്ദിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വരേണ്ടതുണ്ട്. പോലീസ് അത്തരം കാര്യങ്ങളിൽ വിശദീകരണം ഏർപ്പെടുത്തേണ്ടതുണ്ട്. പിന്നെ ഈ ഇവിടെ കൂടിയിരുന്നവരിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകൾ, അതിൽ പ്രതികളാക്കപ്പെട്ടവരിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളുണ്ട്. ഇതിൽ ചിലരുടെ മൊബൈൽ ഫോണുകളിൽ ഈ ദൃശ്യങ്ങൾ എടുത്തിട്ടുണ്ട്, ചിലരത് മായ്ച്ചു കളഞ്ഞു, അതായത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെയും തെളിവുകളായി മാറും. അതിൽ കൂടുതൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ആരാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, ഇങ്ങനെ ഒരു വിചാരണ ചെയ്ത് മർദ്ദിച്ചത് ആരാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ ചേർക്കപ്പെടുന്ന തെളിവുകളിൽ നിന്ന് കണ്ടെത്താൻ കഴിയുമെന്നാണ് പോലീസ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കൃത്യതയിലേക്ക് പോലീസ് പോകുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വിശദമായ രീതിയിൽ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഒപ്പം ഈ പെൺകുട്ടികളിൽ നിന്ന് 2 പെൺകുട്ടികളെ കാണുന്നതിന് വേണ്ടിയാണ് ഇയാൾ ഇവിടേക്ക് എത്തിയത്. അതിൽ ഒരാളായിരുന്നു അയാളുടെ സുഹൃത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഇവർക്ക് എന്താണ് പറയാനുള്ളത്, മറ്റെന്തെങ്കിലും അവിടെ കാണാനെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു, എന്താണ് ചോരയൊലിപ്പിച്ചുകൊണ്ട് ഇറങ്ങി വരാൻ ഈ പ്രകോപിതനാകാനുള്ളൊരു സാഹചര്യം എന്താണ്, അവിടെ എന്ത് വാക്കേറ്റം നടന്നു, എന്താണ് കാര്യങ്ങളുണ്ടായത്, അവിടെ വെച്ച് മറ്റാരെങ്കിലും മർദ്ദിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ സംഭവത്തിൽ ഒരു വ്യക്തത വൈകിട്ടോടുകൂടി പൂർണ്ണമാകുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ടോം, പ്രതിപക്ഷ നേതാവിന്റെ ഒന്നിച്ചു കൊടുക്കാം ഇൻട്രോ കഴിയുമ്പോൾ. വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും. മൂവാറ്റുപുഴയിലെ ആൾക്കൂട്ട കൊലപാതകത്തിലാണ് 10 പേർ അറസ്റ്റിലായിരിക്കുന്നത്. ഇവർക്കെതിരെ കൃത്യമായ തെളിവുകളുണ്ടെന്ന് പോലീസ് പറയുന്നു. ഇവരുടെ പ്രതികളുടെ മൊബൈൽ ഫോണിൽ നിന്നും ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. എന്നാൽ ഈ അറസ്റ്റിലായ പലരും നിരപരാധികളാണെന്ന പരാതി ഉന്നയിച്ചുകൊണ്ട് ഈ ചില പ്രതികളുടെ കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ പോലീസിന്റെ വിശദമായ അന്വേഷണത്തിൽ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം.